ഓ അടിയിലോ ചടിയിച്ചോ നീ കൂട്ടറാ മോനെ നീങ്ങപ്പോ എന്റെ മുഖത്ത് വെള്ളം നിൽക്കും. ആ അതാ സത്യം ഭാഷ വീഡിയോ എത്തിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഭയങ്കര ബോധനെ മാണവാ വാടാ ഒന്ന് നടക്കുന്നോ പിടിയടാ. എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. അത്ര ഇനി ഇവനെ കാലിയാക്കാം. എടാ വിനെ, നിനക്കെന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണ പറഞ്ഞത് മനസ്സിലായ? ഇല്ല മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ അവന്റെ അമ്മൂമ്മയുടെ പോലെ. ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാലും ചെക്കന്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. നീ അത് കണ്ടോ? എന്താ വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയമുണ്ടടാ. പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടൊന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ. മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തിയും ഒരാണ് തന്നെയാടാ. ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ? ചെല്ലടാ സൂര്യനായി ഞാനും അകലെ സന്ധ്യയിലേകയായി നീയും പോകേ. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചല്ലടാ. ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില് രാവണ കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. പേര് പറയുന്ന കണ്ടില്ലേ? ആ പെയ്യട്ടെന്ന്. ഓ
അതുകൊണ്ട് ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണം. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് കൊടുക്കണം. ഒരാള് ഓട്ടോ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോൾ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ, എന്താ പറ്റിയേ? വിനയ, പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നത്? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെ ആയിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ കാശ് കണ്ടുപിടിച്ചു തന്നെ. ഈ ടോക്കീസ് ഇല്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗുണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയത് ഇവിടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു.
കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാ അവൻ? എടാ നിന്റെയൊക്കെ ഒരേ ബോംബെ വന്നവൻ തക്കാൻ കിട്ടിയപ്പോ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്കൃതം പറഞ്ഞോളാം. ഓ, പോക്കൃതം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാരഴിപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ വാ. പുറത്തുനിന്നുള്ള ആരുടെ കളി? ആരാന്നേ ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ.